നമസ്കാരം, എല്ലാവർക്കും എക്സലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ അതിൽ ആദ്യം പഠിച്ചത് എന്താ? നിങ്ങൾ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ചാപ്റ്ററിൽ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചത് മാറ്ററിന്റെ ഡെഫിനിഷൻ ആണ് പഠിച്ചത്, അല്ലെ? എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ? എനിത്തിങ് വിച്ച് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്ത് വസ്തുവിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പദാർത്ഥം എന്ന് വിളിക്കാം. ആ കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത്. പിന്നെ പദാർത്ഥത്തിന് വിവിധ അവസ്ഥകളുണ്ട്, അല്ലെ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഖരം, ദ്രാവകം, വാതകം, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അങ്ങനെ പദാർത്ഥത്തിന് വിവിധ അവസ്ഥകളുണ്ടെന്നും ഓരോ അവസ്ഥകൾക്കും ഓരോ സ്റ്റേറ്റിനുമുള്ള ചില പ്രോപ്പർട്ടീസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫ്യൂഷൻ എന്തുവാണെന്ന് പഠിച്ചു, വ്യാപനം എന്തുവാണെന്ന് പഠിച്ചു. പിന്നെ ഓരോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ പേരുകൾ വിളിക്കും, അല്ലെ? സബ്ലിമേഷൻ, കണ്ടൻസേഷൻ, വേപ്പറൈസേഷൻ, അങ്ങനെ ഓരോ പേരുകൾ. അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തുവാണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചത്. പിന്നെ നമ്മുടെ വീടുകളിൽ മിക്സ്ചേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ടെക്നിക്സ് ഉണ്ടല്ലോ, വിന്നോയിങ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, അങ്ങനെയുള്ള പല ടെക്നിക്കുകളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലാബുകളിൽ, ലബോറട്ടറികളിലും മറ്റും ഈ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചില ടെക്നിക്കുകളുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വളരെ എളുപ്പമുള്ള ചില ടെക്നിക്കുകളാണ് നിങ്ങൾക്ക് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് സോൾട്ട് വാട്ടർ, അതായത് കടൽ ജലം അല്ലെങ്കിൽ ഉപ്പുവെള്ളം, സോൾട്ട് സൊല്യൂഷൻ ഒക്കെ നമ്മൾ എടുക്കുകയാണ്. നമുക്ക് അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ ഉപയോഗിച്ചത് വേപ്പറൈസേഷൻ എന്ന് പറയുന്ന മാർഗമാണ് നമ്മൾ ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ സോൾട്ട് വാട്ടറിനെ അല്ലെങ്കിൽ കടൽ ജലത്തിനെ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേപ്പറൈസേഷൻ ഉപയോഗിച്ചത്? ബാഷ്പീകരണം എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്? അതായത് വോളറ്റൈൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. വാട്ടർ എന്താണ്? ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ബാഷ്പമായിട്ട് മാറുന്നു. എന്നിട്ട് അത് പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഉപ്പ് എന്ത് ചെയ്യുന്നു? അവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത് അവിടെ? നമ്മുടെ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്ന പ്രക്രിയ എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ സോൾട്ട് സൊല്യൂഷനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഉപ്പും സെപ്പറേറ്റ് ചെയ്യണം, വാട്ടറും സെപ്പറേറ്റ് ചെയ്യണം. അതായത് നമ്മൾ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സോൾട്ടും കിട്ടണം, വാട്ടറും കിട്ടണം. നേരത്തെ നമ്മൾ എന്താണ് വേപ്പറൈസേഷൻ ചെയ്യുമ്പോൾ സോൾട്ട് അവിടെ കിടന്നിട്ട് വാട്ടർ പുറത്തേക്ക് പോകും. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? സോൾട്ടും കിട്ടണം, വാട്ടറും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലബോറട്ടറികളിൽ അല്ലെങ്കിൽ ലാബുകളിലൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് സ്വേദനം എന്ന് പറയും. സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ ലാബുകളിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സോൾട്ട് സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, അതിന്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ നല്ലൊരു വ്യത്യാസം വേണം. അതിന്റെ തിളനിലകൾ തമ്മിൽ വ്യത്യാസം വേണം. തിളനില എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചൂടാക്കുമ്പോൾ അത് ബാഷ്പമാകുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, there is a large difference between the boiling point of two components, we can use distillation അല്ലെങ്കിൽ സ്വേദനം എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സോൾട്ടിന്റെയും വാട്ടറിന്റെയും, സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോൾട്ടിന്റെയും വാട്ടറിന്റെയും ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ, തിളനിലകൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റിലെ ചിത്രവും കൂടി വെച്ച് നോക്കുക. നമുക്ക് ആദ്യം വേണ്ടത് 2 റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകളാണ്. റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകൾ, ചുവടുരുണ്ട, അടിഭാഗം ഉരുണ്ട ഫ്ലാസ്കുകളെ നമ്മൾ ലബോറട്ടറികളിൽ വിളിക്കുന്ന പേരാണ് റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകൾ എന്ന് വിളിക്കും. അങ്ങനെ 2 റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകൾ നമുക്ക് ഇവിടെ വേണം. ഇതിനെ ഒരു കണ്ടൻസറുമായിട്ട്, ഇതൊരു കണ്ടൻസറാണ്, ഇതിനൊരു കണ്ടൻസറുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ 2 റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകളും 2 ട്യൂബുകൾ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു കണ്ടൻസറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കണ്ടൻസറിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടർ അകത്തേക്ക് വരും, അതിനുശേഷം വാട്ടർ പുറത്തേക്ക് പോകും. വാട്ടർ അകത്തേക്ക് വരും, വെള്ളം അകത്തേക്ക് വരും, അതിനുശേഷം വെള്ളം പുറത്തേക്ക് പോകും. എന്തിനാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരേ സമയം അകത്തേക്കും പുറത്തേക്കും വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും സർക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ, അതായത് തണുത്ത അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഇത് എന്ത് ചെയ്യുന്നത് വെള്ളം ഈ കണ്ടൻസറിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഇത് രണ്ടിനെ രണ്ട് ചുവടുകളുണ്ട്, റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു തെർമോമീറ്റർ ഒന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടുത്തെ ഫ്ലാസ്കിൽ നമ്മൾ എന്തെടുക്കണം? സോൾട്ട് സൊല്യൂഷൻ എടുക്കണം. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സോൾട്ട് സൊല്യൂഷൻ എടുക്കണം. സോൾട്ട് സൊല്യൂഷനെയാണ് നമ്മൾ സോൾട്ടും വാട്ടറും അല്ലെ ഉപ്പും ജലവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട സോൾട്ട് സൊല്യൂഷൻ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ ചൂടാക്കുക. നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ, വെള്ളത്തിന്റെ തിളനില എത്രയാ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 100 ഡിഗ്രി ഊഷ്മാവിൽ വെള്ളം എന്താവാൻ തുടങ്ങും? വേപ്പർ ആവാൻ തുടങ്ങും. അപ്പൊ വെള്ളത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഹീറ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴേക്കും വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? വേപ്പറായി മുകളിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ വാട്ടർ വേപ്പറായി മുകളിലേക്ക് പോയി അതിനുശേഷം ഇത് ഈ കണ്ടൻസറിലൂടെ പാസ് ചെയ്ത് പോകാൻ തുടങ്ങും. അപ്പൊ ഈ കണ്ടൻസറിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത് അല്ലെ. ഇവിടുന്ന് പോകുന്നത് എന്താ? വാട്ടർ വേപ്പർ ആണ് പോകുന്നത്. ജലബാഷ്പമാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ജലബാഷ്പം ഈ കൂൾ, അതായത് ഈ കൂളിംഗിന്റെ പ്രസൻസിൽ ജലബാഷ്പം തണുത്ത് എന്തായിട്ട് മാറും? വാട്ടർ വേപ്പർ തണുക്കുമ്പോൾ എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർ വേപ്പർ എന്താകും? തണുത്ത് വാട്ടർ ആയിട്ട് മാറുന്നു. ആ പ്രത്യേക അതിനെ നമ്മൾ വിളിച്ച കണ്ടൻസേഷൻ ആണ് അല്ലെ. വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് സാന്ദ്രീകരണം നടന്ന് എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് മാറുന്നു. ഇവിടുന്ന് വാട്ടർ നേരെ ഈ ചുവടിലുള്ള ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഉപ്പ് ഇവിടെ എന്ത് ചെയ്യുന്നു? അവശേഷിക്കുന്നു. ഇങ്ങനെ നമുക്ക് സോൾട്ട് വാട്ടറിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം. സോൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. വാട്ടർ, ഇതിലുള്ള വാട്ടർ വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകുന്നു. ഇതിലേക്കൂടെ പാസ് ചെയ്യുന്ന വാട്ടർ വേപ്പർ ഇവിടെയുള്ള ആ കൂൾ അറ്റ്മോസ്ഫിയറിന്റെ തണുത്ത അന്തരീക്ഷത്തിന്റെ സാന്നിധ്യത്തിൽ അതെന്തായിട്ട് മാറുകയാണ്? വാട്ടർ ആയിട്ട് മാറുകയാണ്. അത് നമുക്ക് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് വാട്ടറും സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ് ടെക്നിക്കിന്റെ പേര്? ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സേദനം എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. കൂടി ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സേദനം. എവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? there is a large difference between the boiling point of two components. രണ്ട് കമ്പോണന്റുകളുടെ ബോയിലിംഗ് പോയിന്റിൽ വളരെ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിന്റെ പേരാണ് ഡിസ്റ്റിലേഷൻ. സെപ്പറേഷൻ ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്നത്. ഇത് മറ്റ് അവസരങ്ങൾ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മളിപ്പം സ്റ്റോറേജ് ബാറ്ററി, നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ അങ്ങനെ പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അറിയാം. സ്റ്റോറേജ് വാട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് എന്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ. ആ ബാറ്ററിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഈ നമ്മുടെ സാധാ വാട്ടറിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിരിക്കും. ഈ മിനറൽസ് നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ, ഈ മിനറൽസിനെ എല്ലാം കളഞ്ഞ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വഴിയാണ്. ഇത് രണ്ട് സാധനങ്ങൾ ഞാൻ പറയാം. ഒന്ന് അസറ്റോൺ എന്ന് പറയുന്ന സാധനം. അസറ്റോൺ നമ്മുടെ നെയിൽ പോളിഷ്, നമ്മുടെ ക്യൂടെക്സ് ഒക്കെ ഇടുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അസറ്റോൺ. ഇനി വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന്റെ ബോയിലിംഗ് പോയിന്റുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം എന്താണ് 44 ഡിഗ്രി സെൽഷ്യസിന്റെയൊക്കെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഒരു ലാർജ് ഡിഫറൻസ് ഇതിന്റെ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഡിസ്റ്റിലേഷൻ ആണ് പറഞ്ഞത്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് എന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. നല്ലതുപോലെ നോക്കുക. അടുത്ത സോൾട്ട് സൊല്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഇനി ഡിസ്റ്റിൽഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. എവിടെയാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത്? സ്റ്റോറേജ് ബാറ്ററികളിലും ഇഞ്ചക്ഷൻ സിറിഞ്ചുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ അസറ്റോൺ 56 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ, തിളനിലകൾ തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. ഈ അവസരത്തിലും നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. There is a large difference between the boiling points. We can use distillation. Distillation എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ രണ്ട് ലിക്വിഡ്സിന്റെ പേര് പറയാം. ഒന്ന് മെത്തനോൾ, മറ്റൊന്ന് എത്തനോൾ. അതൊക്കെയാണ് എത്തനോൾ, മെത്തനോൾ. എത്തനോൾ ബോയിലിംഗ് പോയിന്റ് 65 ഡിഗ്രി സെൽഷ്യസ് ആണ് മെത്തനോൾ. എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്.
മെത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ നിങ്ങൾ ഡിഫറൻസ് നോക്കുമ്പോൾ 78 65 കുറയുമ്പോൾ 13, അതായത് 13 ഡിഗ്രി സെൽഷ്യസിന്റെ ഒരു 13 ഡിഗ്രി സെൽഷ്യസിന്റെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലാർജ് ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ സ്വേദനം ഉപയോഗിക്കാം. ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ആംശിക സ്വേദനം എന്നാണ് പറയുക. ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കിന്റെ പേര് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക സ്വേദനം എന്ന് പറയുന്നു. ആംശിക സ്വേദനം, നിങ്ങൾ ടെക്സ്റ്റിലെ പടം കൂടി നോക്കിക്കൊള്ളുക. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക സ്വേദനം എന്ന് പറയുന്ന ടെക്നിക്കാണ് ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ സ്മോൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മറ്റൊന്നുമില്ല, നമ്മൾ നേരത്തെ ഡിസ്റ്റിലേഷൻ ചെയ്തതുപോലെ തന്നെയാണ് സെയിം അപ്പാരറ്റസ്. പക്ഷേ ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്ന ഒരു സാധനം കൂടി വരും. ഫ്രാക്ഷനേറ്റിംഗ് കോളം, കണ്ടൻസർ ഉണ്ട്, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉണ്ട്, ഒരു മാറ്റവുമില്ല. ഉള്ള മാറ്റം ഇവിടെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഒരു മാറ്റം മാത്രമാണുള്ളത്. ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എഥനോളിനെയും മെഥനോളിനെയും സെപ്പറേറ്റ് ചെയ്യുക. എഥനോൾ 65 ഡിഗ്രി സെൽഷ്യസ്, എഥനോൾ 78 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ആൽക്കഹോളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം എഥനോൾ ആണ്. 78 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. നമ്മൾ എഥനോളും മെഥനോളും എന്തെടുക്കുക, ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എടുക്കുക, എന്നിട്ട് ചൂടാക്കി ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. കൂടി വന്ന് 65 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ എന്ത് പറ്റും? എഥനോളും മെഥനോളും ഉള്ള മിക്സർ ആണ്. 65 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ എന്ത് പറ്റും? ആ മെഥനോൾ പതുക്കെ വേപ്പറൈസ് ആകാൻ തുടങ്ങും. വേപ്പറൈസ് ആയ സാധനം മുകളിലേക്ക് കയറുന്നു. ഇവിടെ ഫ്രാക്ഷനേറ്റിംഗ് കോളമാണ്, ഓരോ കോളങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ കോളത്തിൽ കയറുന്നു, അതിനുശേഷം രണ്ടാമത്തെ കോളത്തിൽ കയറുന്നു. ഇതിങ്ങനെ കയറി പോകുമ്പോഴായിരിക്കും അവിടെ 78 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത്. ആ 78 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നേരെ എഥനോളും മുകളിലേക്ക് കയറാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ മെഥനോളും മുകളിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വെച്ച് ഈ എഥനോളിലും മെഥനോളിലും സംഭവിക്കുന്നത് റിപ്പീറ്റഡ് കണ്ടൻസേഷനും വേപ്പറൈസേഷനും തുടങ്ങും. റിപ്പീറ്റഡ് കണ്ടൻസേഷൻ ആൻഡ് വേപ്പറൈസേഷൻ, അതായത് ആവർത്തിച്ചുള്ള കണ്ടൻസേഷൻ, സാന്ദ്രീകരണവും ബാഷ്പീകരണവും ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് വെച്ച് മെഥനോളിലും എഥനോളിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിച്ച് അവസാനം മെഥനോള് ആദ്യം പുറത്തു വരും, അല്ലെ? ആദ്യം പൊങ്ങിപ്പോയ മെഥനോള് ആദ്യം പുറത്തു വരും. പുറത്തു വന്ന് മെഥനോൾ എന്താണ്? വേപ്പറൈസ് ആയിട്ടാണ്, ബാഷ്പമായിട്ടാണ് പുറത്തു വരുന്നത്. ബാഷ്പമായിട്ട് പുറത്തു വന്ന മെഥനോള് ഈ കൂൾ അറ്റ്മോസ്ഫിയറിന്റെ സാന്നിധ്യത്തിൽ, വാട്ടർ അകത്തേക്ക് പുറത്തേക്കും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൂൾ അറ്റ്മോസ്ഫിയറിന്റെ സാന്നിധ്യത്തിൽ ഇത് നേരെ എന്തായിട്ട് മാറുന്നു? ഇത് നേരെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതായത് ഗ്യാസ് സ്റ്റേറ്റിലാണ് പുറത്തു വന്നത്, നേരെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറി നേരെ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാം. ഇത് കളക്ട് ചെയ്ത് മാറ്റിയ ശേഷം നേരെ നമുക്ക് പുറത്തു വരുന്ന എഥനോളും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എഥനോൾ വേറൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എവിടെ ഉപയോഗിക്കുന്നു? നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സ്മോൾ ഡിഫറൻസ് ഉള്ള നിലകൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ള ലിക്വിഡ് മിക്സേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മിസിബിൾ എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്ന് കിടക്കുന്ന തിളനിലകൾ തമ്മിൽ എന്താണ് ചെറിയ വ്യത്യാസമുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രികളിൽ, അതായത് പെട്രോൾ വ്യവസായം, നമുക്കറിയാം പെട്രോളിയം എന്ന് പറയുന്ന സാധനം ക്രൂഡ് ഓയിൽ ആയിട്ട് നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്ന് പറയുന്ന സാധനം? പെട്രോളിയം എന്ന് പറയുന്ന സാധനം. അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, കെറോസിൻ ഉണ്ട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ട്, നാഫ്ത, ഒരുപാട് സാധനങ്ങൾ. പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, കെറോസിൻ, നാഫ്ത, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എവിടെ ഉണ്ട്? ഈ പെട്രോളിയം ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന മിക്സറിലുണ്ട്. ഒരുപാട് സാധനങ്ങളുടെ ഒരു മിക്സറാണ് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പെട്രോൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റും, ഡീസലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റും, കെറോസിനായിട്ട് വേറൊന്നിലേക്ക് മാറ്റും. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ വളരെ വലിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. എവിടെ ഉപയോഗിക്കുന്നു? പെട്രോളിയം ഇൻഡസ്ട്രികളിൽ. പെട്രോൾ, ഡീസൽ, കെറോസിൻ, അതിന്റെ എന്താണ് പെട്രോ കെമിക്കൽസ് എന്ന് പറയും. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അതിന്റെയൊക്കെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് മറ്റൊരു ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത്. രണ്ടെണ്ണം പഠിച്ചു: ഡിസ്റ്റിലേഷൻ, സ്വേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ആംശിക സ്വേദനം. ഈ രണ്ട് ടെക്നിക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടെക്നിക്ക്, അതായത് ഇപ്പൊ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് കെറോസിൻ, മണ്ണെണ്ണയും എടുത്ത് രണ്ട് തമ്മിൽ മിക്സ് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? രണ്ട് തമ്മിൽ പരസ്പരം അത് മിസിബിൾ ആണോ ഇമ്മിസിബിൾ ആണോ, തമ്മിൽ കൂടിക്കലരുന്ന സാധനമാണോ കൂടിക്കലരാത്ത സാധനമാണോ, അത് രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്നാണ് പറയുന്നത്. ഇമ്മിസിബിൾ ലിക്വിഡ്സ് മീൻസ് പരസ്പരം കൂടിക്കലരാത്ത ദ്രാവകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം.
അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഇരിക്കും സെപ്പറേറ്റിംഗ് ഫണൽ. ആ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോബ് ഉണ്ട്. ഈ നോബ് നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ആ ഒരു നോബ് ഇവിടെ ഓക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ടെക്നിക്കാണ്. നമ്മൾ ഇൻവിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച, അതായത് ഒരു ബീക്കറിൽ കെറോസിൻ എടുക്കുന്നു, വാട്ടർ എടുക്കുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. ആ മിക്സ് ചെയ്ത കെറോസിനും വാട്ടറും ഞാൻ സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് എടുക്കുകയാണ്. എന്ത് ചെയ്യാണ്? സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് എടുക്കുന്നു. അപ്പൊ കെറോസിൻ മുകളിലായിരിക്കും കിടക്കുക. സെപ്പറേറ്റിംഗ് ഫണലിന്റെ ടോപ്പ് ലെയറിൽ കെറോസിനും അതിന്റെ ബോട്ടം ലെയറിൽ അടിഭാഗത്ത് താഴ്ഭാഗത്തായിരിക്കും വാട്ടർ ഉണ്ടായിരിക്കും. എന്തായിരിക്കും അതിന് കാരണം? ടോപ്പ് ലെയറിൽ കെറോസിനും ബോട്ടം ലെയറിൽ വാട്ടറും വരാനുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ ഡിഫറൻസ് ആണ്. എന്തിന്റെ ഡിഫറൻസ് ആണ്? ഡെൻസിറ്റിയിലുള്ള, അതിന്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് കെറോസിൻ മുകളിലും വാട്ടർ താഴെയും വരാനുള്ള കാരണം. അതായത് എപ്പോഴും രണ്ട് ലിക്വിഡ്സ് എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് എപ്പോഴും മുകളിലായിരിക്കും കിടക്കുക, ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് എപ്പോഴും താഴെയായിരിക്കും കിടക്കുക. നമ്മുടെ കെറോസിന് ഡെൻസിറ്റി കുറവും വാട്ടറിന് ഡെൻസിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് വാട്ടർ എന്താണ്? ബോട്ടം ലെയറിൽ, താഴത്തെ ലെയറിൽ ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് കിടക്കും. ഇനി ഞാൻ ഈ നോബ് ഓപ്പൺ ചെയ്യുകയാണ്. നോബ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇങ്ങനെ താഴേക്ക് വരാൻ തുടങ്ങും. നോബ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ടർ ഇങ്ങനെ താഴേക്ക് വരും. അപ്പൊ ഈ നേരം ഇങ്ങനെ താഴ്ന്ന് വരും, വാട്ടർ താഴേക്ക് വരും, വാട്ടർ ഇവിടെ എത്തും. അപ്പൊ നോബ് ഞാൻ പതുക്കെ ക്ലോസ് ചെയ്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കും. ഞാൻ പെട്ടെന്ന് തുറന്നു കൊടുത്താൽ എല്ലാ കെറോസിനും കൂടെ താഴേക്ക് പോകും. അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ വാട്ടർ എന്താണ്? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് താഴേക്ക് വീഴുന്നു. അപ്പൊ താഴെ നമുക്ക് ഒരു ബീക്കറിൽ ഈ വാട്ടർ കളക്ട് ചെയ്യാം. അപ്പൊ കെറോസിൻ ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ അതിൽ കെറോസിൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ കെറോസിനെ നമുക്ക് മറ്റൊരു ബീക്കറിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ രണ്ട് ഇൻവിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ്, നമ്മൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് സെപ്പറേറ്റീവ് ഫണൽ. എന്താണ് അതിന്റെ ബേസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുള്ള വ്യത്യാസമാണ്. ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡുകൾ എപ്പോഴും എന്താണ്? ടോപ്പ് ലെയറിലും, ഡെൻസിറ്റി കൂടിയ ലിക്വിഡുകൾ ബോട്ടം ലെയറിലും ഫോം ചെയ്യും. അതിനെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും.